ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മലേഷ്യൻ പീനട്ട് അച്ചാർ. ഓക്കെ, ഇത് നമ്മുടെ തന്നെ പറമ്പിലുള്ളതാണ് കേട്ടോ. ഇത്രയും നാൾ ഇതിനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കഴിക്കും കളയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു, മൈൻഡും ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിക്കൂടാന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഓക്കെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടി. അങ്ങനെ നമ്മളിത് ഫുൾ അങ്ങ് പറിച്ചെടുത്ത് നമ്മൾ ഇതിനെ നന്നായിട്ട് കഴുകി രണ്ടായിട്ട് മുറിച്ചെടുത്ത് ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത് ഇത്രയുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാം. ഒരു പാൻ എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്നിട്ട് കടുക് പൊട്ടിക്കുക, എന്നിട്ട് നമ്മൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വരുമ്പോഴേക്കും നമ്മൾ പീനട്ട് ഇതിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പീനട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം പീനട്ടിൽ നമുക്ക് ഉപ്പ് പിടിച്ച് വരണമല്ലോ. ഉപ്പ് പിടിച്ച് വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് നമ്മൾ ഇതിന് അടുത്ത് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ കായം ആഡ് ചെയ്തു. കായം ആഡ് ചെയ്തതിന് മുന്നേ ഒരു ആഡ് ചെയ്തിട്ടില്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ ഉലുവയും കടുവും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വിനിഗർ ആഡ് ചെയ്ത് കൊടുത്തു. വിനിഗർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നല്ല മണം വരുന്നത്. അപ്പോൾ കുറച്ച് ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളിതാ ഒരു നമ്മൾ സർവ് പാത്രത്തിലേക്ക് സർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മൈൻഡ് ചെയ്യാതെ നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടായിക്കോളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.